ഹായ് ഹലോ വെൽക്കം ടു ദ ചാനൽ. ഓൾ ഇൻ വൺ ആറിന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ ആണ് കേട്ടോ ഇത്. വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ വേനൽ മഴ പണി തന്നു ഗൈസ്. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥയെന്നോർത്ത് മഴയെ പഴിച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു. മഴ എന്ന് കുറഞ്ഞപ്പോൾ ജൂപ്പിറ്ററിൽ ചാറ്റൽ മഴ നനഞ്ഞ് പൂഞ്ചിറയിലേക്ക് തിരിച്ചു. തൊടുപുഴയിൽ നിന്നും മുട്ടം ഈരാറ്റുപേട്ട റൂട്ടിലാണ് യാത്ര. കോട്ടയം ജില്ലയിൽ നമ്മുടെ സ്വന്തം ബാർബർ ബാലൻ്റെ മേലുകാവിനടുത്തുള്ള ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള യാത്ര മഴ മൂലം ലേറ്റ് ആയതിൽ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ സങ്കടം മാറി സന്തോഷം തോന്നിട്ടോ. കാരണം എന്തെന്നോ, വഴിയിൽ ഞങ്ങളെ സ്വാഗതം ചെയ്ത് നല്ല കോടമഞ്ഞായിരുന്നു. വേനൽ ചൂടിൽ പൊള്ളി നിന്നതായിരുന്നു ട്രിപ്പിൻ്റെ തലേന്ന് വരെ. ഇപ്പോൾ പെട്ടെന്ന് മഞ്ഞ് കണ്ടപ്പോൾ എടാ മോനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ജീവിതത്തിൽ ഇന്ന് വരെ കോടമഞ്ഞ് കാണാത്ത ലച്ചൂട്ടിന് സംശയം ആരാ വഴിയിൽ തീയിട്ട് പുകയ്ക്കുന്നത് എന്നായിരുന്നു. പുകയല്ല കുഞ്ഞെ, അത് മഞ്ഞാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും പുകയാന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ലച്ചൂട്ടൻ. പ്രകൃതി രമണീയത ആസ്വദിച്ച് യാത്ര തുടർന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കോടയൊക്കെ പോയിട്ടോ. പക്ഷെ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല വ്യൂ ആയിരുന്നു. നല്ല സീനറിയൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെയൊക്കെ കാണിക്കുക എന്നതാണല്ലോ ഇപ്പോഴത്തെ കീഴ്വഴക്കം. ഞങ്ങളായിട്ടത് തെറ്റിച്ചില്ല. വഴിയിൽ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് യാത്ര വീണ്ടും തുടർന്നു. പൂഞ്ചിറയിലെ ഹിൽ സ്റ്റേഷനിലേക്ക് പോകും വഴിയാണ് ഇലവീഴ പൂഞ്ചിറയിലെ തടാകം. മഹാഭാരതത്തിലെ ഇതിഹാസ നായികയായ പാഞ്ചാലിയുടെ കുളിക്കടവായിരുന്നു ഈ കുളം എന്നും ഭീമൻ ഭാര്യയ്ക്കായി നിർമ്മിച്ചതാണ് ഈ കുളം എന്നൊക്കെ ഐതിഹ്യമുണ്ട്. പൂഞ്ചിറയിലേക്കുള്ള സുഖകരമായ റോഡ് യാത്ര ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ഇനി കുണ്ടും കുഴിയുമുള്ള ഓഫ് റോഡ് അനുഭവം ആസ്വദിച്ച് കുലുങ്ങി കുലുങ്ങി മുകളിലേക്ക് സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ജീപ്പിലോ യാത്ര തുടരാം. സ്വകാര്യ വാഹനങ്ങൾ നിശ്ചിത ദൂരം മാത്രമേ പോകൂ. ബാക്കി നമ്മൾ നടന്ന് കയറണം. ജീപ്പിലാണെങ്കിൽ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാം. എന്നാലും ബാക്കി നമ്മൾ തന്നെ നടന്ന് കയറണം കേട്ടോ. പാറപ്പുറത്ത് കയറി നിന്നും ഇരുന്നും പൂഞ്ചിറ സൗന്ദര്യം ആസ്വദിച്ച് മലകയറ്റം തുടങ്ങി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3200 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 5 ജില്ലകളുടെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ ജില്ലകളാണെന്ന് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല. ഏതായാലും കോട്ടയം ഇടുക്കി ജില്ലയും കാണും. മാങ്കുന്ന്, കുടയത്തൂർ മല, തോണിപ്പാറ എന്നീ 3 കുന്നുകൾക്കിടയിലാണ് ഇലവീഴ പൂഞ്ചിറയുള്ളത്. ഇത്രയും ഉയരമുള്ളതുകൊണ്ട് തന്നെ വലിയ മരങ്ങൾക്ക് ഇവിടെ വളരാൻ സാധിക്കില്ല. പിന്നെ എപ്പോഴും വീശുന്ന കാറ്റും കാരണം ഈ കുന്നിൽ ഇലകൾ വീഴാറില്ല. അതുകൊണ്ടാണ് ഈ കുന്നിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വന്നത്. കോട്ടയം ജില്ലയിലെ പോലീസ് വയർലെസ് കൺട്രോൾ സെൻറ്റർ പൂഞ്ചിറയുടെ മുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ടവറുകളും നമുക്ക് കാണാം കേട്ടോ ഇവിടെ. മുനിയറ, ഇലവീഴ പൂഞ്ചിറ ഹിൽ ടോപ്പ്, ഇലവീഴ പൂഞ്ചിറ തടാകം എന്നീ സ്ഥലങ്ങളാണ് പൂഞ്ചിറയിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുക. മഴമേഘങ്ങൾ പൂഞ്ചിറയിൽ ആവരണം പണിയാൻ തുടങ്ങിയപ്പോൾ മിന്നലിനെ പേടിച്ച് ഞങ്ങൾ തിരികെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.